നിങ്ങൾ ഈ പാല് പൊരിച്ചത് കഴിച്ചിട്ടുണ്ടോ? ഫ്രൈഡ് മിൽക്ക്. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. പുറമേക്ക് ഇതുപോലെ നല്ല ക്രിസ്പിയും ഉള്ളിൽ ഇതേ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ, ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 7 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വാനില എസൻസും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതുപോലെ തിക്കായി കിട്ടും. അപ്പോൾ ചൂടോടി തന്നെ നമ്മളൊരു പുഡിംഗ് ട്രേയിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്തെടുക്കാൻ. നമ്മളിതിന് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു അരമണിക്കൂറോടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കേട്ടോ, ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലേക്ക് 2 മുട്ട, കുറച്ച് വർമസലി, കുനാഫ വർമസലാണ് ഏറ്റവും നല്ലതാണ്, നല്ല തിന്നായിട്ട് വരുന്ന വർമസലി, ഇല്ലെങ്കിൽ നോർമൽ എടുത്താലും മതി കേട്ടോ. ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി എടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത ഓരോ പീസും കോൺഫ്ലോറിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു വർമസലിയിൽ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചൂടായ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് പാരസൻസ് അതിഥിയുടെ സൺഫ്ലവർ ഓയിലാണ്. അതിഥിയുടെ സൺഫ്ലവർ ഓയിലിൽ എന്ത് എണ്ണ കുക്ക് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രൈ ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മൾ ചൂടായ ഓയിലിൽ കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ. എല്ലാ ഭാഗവും നമുക്കൊന്ന് ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് കിട്ടുന്ന രീതിയിൽ, ലൈറ്റായിട്ടൊന്ന് വരുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ട്രൈ ചെയ്യാനായിട്ട് മറക്കല്ലേ. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്